നമസ്കാരം, മെട്രോ മാറ്റിയിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് വലിയൊരു ബിഗ് ടീമാണ്. സാധാരണ ഒരാളൊക്കെയാണ് ഞാൻ മേയ്ക്കാറുള്ളത്. ഇന്ന് 4 പേരിനെ മേയ്ക്കാൻ വേണ്ടി പോവാണ്. സാധാരണ മലയാള സിനിമയിൽ പ്രണയം വളരെ വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ്. പല ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് എന്ത് എന്നാണ് നമ്മൾ എപ്പോഴും തിരയാറുള്ളത്. അങ്ങനെ ഒരു ടീമിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 40കളുടെ പ്രണയം സിനിമ റിലീസായിട്ടില്ല, പക്ഷെ അതിനു മുന്നേ തന്നെ ഒരുപാട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവരാണ് നമുക്കൊപ്പം ഉള്ളത്. ഹലോ ടീം, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയൊരു അവാർഡ്, കുറെ അവാർഡൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും. ആ ഒരു മുഖത്ത് അതിന്റെ സന്തോഷം കാണാനുണ്ട്. അപ്പൊ നമ്മുടെ ഡയറക്ടർ സാറിന് തന്നെ തുടങ്ങാം. എന്തൊക്കെയാണ് നമ്മുടെ പുതിയ സിനിമയുടെ വിശേഷം? സിനിമയുടെ വിശേഷങ്ങൾ ഫെസ്റ്റിവലുകൾക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഫെസ്റ്റിവൽ 2 മാസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഫെസ്റ്റിവലുകളാണ് പോകുന്നത്. കൊടുത്തതെല്ലാം മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്, കുറേ ഇത് വരാനുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ മീഡിയകളിലൂടെയും ഇങ്ങനെയൊരു സിനിമയുടെ ഒരു യാത്ര എല്ലാവരും അറിഞ്ഞു തുടങ്ങി. കാരണം എല്ലാം പുതുമുഖമല്ല, എല്ലാം 2 പേര് പുതുമുഖമാണ്. ഒന്ന് നമ്മുടെ ഫെമിലായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ പരിചയപ്പെടുത്താം. ഇത് ആശാ വാസുദേവൻ നായർ, എൻ്റെ നാട്ടുകാരിയാണ്, അയൽവക്കമാണ്, എൻ്റെ പഴയകാല സുഹൃത്താണ്. ഇത് കുടശനാട് കനകം, അമ്മയെ എല്ലാവർക്കും അറിയാം. ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട, അതായത് ആശയുടെ അമ്മയായിട്ട് അഭിനയിച്ചേക്കുന്നത് അമ്മയാണ്. ഇത് ജെറി, ആള് അടൂർ സ്വദേശിയാണെങ്കിലും പ്രവാസിയാണ്, ഇവിടെ ഇല്ല. അവിടുന്ന് പിടിച്ച അതെ ഓരോ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുമ്പോൾ പുള്ളി ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ എത്തുന്നത്. ആശയുടെ ക്ലാസ്മേറ്റ് ആണ്. ഇവർ ഒരുമിച്ച് കോളേജിലുണ്ടായിരുന്നവരാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ടീം ഉണ്ടാക്കാനുള്ള ഒരു കരുത്തുറ്റ ചർച്ചയാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പോൾ ഇവള് പറഞ്ഞ്, എടാ നമുക്ക് ജെറിയേയും കൂടെ കണക്ട് ചെയ്താലോ എന്ന് പറഞ്ഞ്. ശരിക്കും ജെറിയെ വിളിക്കുമ്പോൾ ഒരൊറ്റ ഷോട്ടേ ഉള്ളൂ, ഒറ്റ ഷോട്ടിലേക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. കാരണം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് ഒരു ഷോർട്ട് ഫിലിമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ശീലം എന്ന് പറയുന്നൊരു വർക്ക് കുറേ പുരസ്കാരങ്ങൾ കിട്ടി, നല്ല രീതിക്ക് നമുക്ക് ചർച്ച ചെയ്യപ്പെട്ടൊരു വർക്കാണത്. അപ്പോൾ അതിൻ്റെ പുറയിൽ ഒരു ഇൻസ്പിറേഷൻ വെച്ചിട്ട് അടുത്തൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റിൻ്റെ സാധനം അത് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സബ്ജക്റ്റ് ഉണ്ടാക്കി ഞാനപ്പോൾ ഇവളെടുക്കാൻ പറഞ്ഞു. ഇവള് പറഞ്ഞിട്ടാ അത് കിടുക, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എടി ഇപ്പോൾ ഇങ്ങനെ 1-2 പേരോടൊക്കെ വേണം. അപ്പോൾ ഇവള് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, ജെറിയേയും കൂടെ വിളിക്കാം, ഒരു ദിവസത്തെ വർക്കല്ലേ ഉള്ളൂ, ജെറിയെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവള് ജെറിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ജെറി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ജെറി ഇങ്ങനെയൊക്കെ സംഭവം. അപ്പോൾ ജെറി അവിടുന്ന് ഇവിടെ വരെ കഷ്ടപ്പെട്ട് വരുന്നതല്ലേ, പറഞ്ഞു കേട്ടപ്പോൾ ജെറിയുടെ ക്യാരക്ടർ കുറച്ചേ ഉള്ളൂ. അതിനോട് പറഞ്ഞു, ഇച്ചിരി കൂടെ ഒന്ന് വലിച്ചു നീട്ടാമോ എന്ന് ചോദിച്ചു. ആ ഒരു ഡയലോഗിൽ നിന്ന് സംഭവം ഒന്ന് വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് പോയി അതങ്ങ് വലിച്ചിട്ട്. അപ്പോൾ അന്ന് ഇതിൻ്റെ ഈ നമ്മുടെ വർക്കിൻ്റെ പേര് അവസാന ശ്വാസം വരെ എന്നാണ് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ ടൈറ്റിലേക്ക് നമ്മൾ എത്തിയത്. 40കളുടെ പ്രണയം എന്ന് പറയുന്നത് സിനിമ ആയതിനു ശേഷം നമ്മൾ മാറ്റിയ ഒരു പേരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിനകത്തെ അമ്മ കഥാപാത്രം വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം അമ്മ, മകള്, പിന്നെ പറഞ്ഞ നായകൻ അതാണ്. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനൊരു ചെറിയൊരു വർക്കുണ്ട്, ഒരു ദിവസത്തെ മക്കളെ ഷോർട്ട് ഫിലിം ആയാലും എന്താ, ഞാൻ നടിയാണ്, ഞാൻ അഭിനയിക്കാൻ വരുമെന്ന് പറഞ്ഞു. ആ ഒരു സ്പിരിറ്റോട് കൂടി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇന്നാണ് കഥ എന്നൊക്കെ പറഞ്ഞു. മക്കൾ ഡേറ്റ് ഫിക്സ് ചെയ്തോ, അമ്മ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ വിളിച്ചു. അപ്പം ഓൾമോസ്റ്റ് ടീമൊക്കെ ആയി. പിന്നെ എൻ്റെ സുഹൃത്ത് എന്നോട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച് പരിചയപ്പെട്ടാണ് എൻ്റെ ക്യാമറാമാൻ ജയൻദാസ് എന്ന് പറഞ്ഞ ആൾ. അപ്പം കാരണം കൗമുദി ടിവിയുടെ മഹാഗുരു എന്ന് പറയുന്ന സീരിയലിൽ നമ്മുടെ ക്യാമറാമാൻ ഗുരുദേവനായിരുന്നു. ഞാൻ ഗുരുദേവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു, ബോധാനന്ദ സ്വാമി. അപ്പോൾ ആ ഒരു അഭിനയത്തിലൂടെയാണ് എനിക്ക് ക്യാമറാമാനെ കിട്ടിയത്. അപ്പോൾ ജയൻചേട്ടനെ വിളിച്ചു. ജയൻചേട്ടൻ പറഞ്ഞു, സെറ്റ് നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ശീലം ചെയ്തത് പുള്ളി തന്നെയായിരുന്നു. അങ്ങനെ ടീമായി കഴിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെയാണ് ഇതിനകത്ത് മ്യൂസിക്കിലേക്ക് വന്നത്. അപ്പോൾ ഒന്നുകൊണ്ടും ടെൻഷനില്ല. ഓക്കെ, പരിപാടി തുടങ്ങി ഇവിടെ വരെ എത്തി. അത് നമുക്ക് തുടർന്ന് സംസാരിക്കാം. അന്ന് നമ്മുടെ സിനിമാ മന്ത്രി സജി ചെറിയാൻ സാറാണ് അന്നും സ്വിച്ച് ഓൺ ചെയ്ത് തന്നത്, സിനിമയുടെ സ്വിച്ച് ഓൺ ചെയ്ത് തന്നത്. അപ്പോൾ അങ്ങനെ പരിപാടി തുടങ്ങി കഴിഞ്ഞ് വന്ന് ഇതിലേക്ക് പതിയെ പ്രണയം വളരുകയായിരുന്നു. ഇതങ്ങ് ഡെപ്ത് കൂടി വന്നപ്പം ഈ അവസാന ശ്വാസം വരെ എന്നുള്ള പേര് ഇതിന് ആപ്റ്റല്ലാണ്ടായി, ഒരു തരത്തിലും ആപ്റ്റല്ലാണ്ടായി. പിന്നീട് ഇങ്ങനെ കൂലങ്കഷമായിട്ട് ആലോചിച്ചപ്പോൾ
ഇതിന്റെ ഒരു ഈ സിനിമയുടെ ഒരു പ്രധാന ഫ്ലേവർ പ്രണയമാണ്. പിന്നെ ഈ 40കളിലെ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ തന്നെ സമൂഹത്തിൽ അവിഹിതം എന്ന് പറയുന്നൊരു സ്റ്റാൻഡിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു സാധനമാണല്ലോ ഇത്. ശരിക്കും നമ്മൾ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട്. പക്ഷെ ഇതിനകത്തെ ഒരു പ്രണയത്തിന് ഈ ഒരു 40ന്റെ ഒരു വസന്ത ഇതിനും ഉണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ച് വന്നപ്പോൾ ഈ 40കളിലെ പ്രണയം എന്ന് പറയുന്ന ടൈറ്റിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവളെ വിളിച്ചു പറഞ്ഞു, ജെറിയെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ അസോസിയേറ്റിനെയും ക്യാമറമാനൊക്കെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു പേരാണ് വന്നേക്കുന്നത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഈ പേര് കുഴപ്പമില്ല, ഈ പേര് അടിക്കാൻ പറ്റിയ ഒരു പേരാണ്, രസമാണ്, പടം നമുക്ക് ഹിറ്റാക്കാൻ പറ്റുന്നൊരു പേരാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പേരിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ ആ പേരിലേക്ക് എത്തിയപ്പോൾ ആൾക്കാർക്ക് സംശയമാണ്, ഇത് 1940 വർഷത്തിലെ പ്രണയ ആ കാലഘട്ടത്തിലെ കുറിച്ചാണോ നമ്മുടെ സിനിമ പറയുന്നത് അതോ ഏജ് ആണോ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും പെട്ടെന്നുണ്ടാകുന്നൊരു സംശയമാണ്. ആ സംശയത്തിന് നമ്മളിപ്പോഴും ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് 40 വയസ്സുകളിലേക്ക് എത്തിയ അല്ലെ 40 വയസ്സ് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു പ്രണയം. ആ പ്രണയ യാത്ര 2 കുടുംബങ്ങളെ കൊണ്ടുവന്നെത്തിക്കുകയും 2 കുടുംബങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത സിനിമയാണ്. ഇപ്പൊ ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴേ 40കളുടെ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ പ്രണയം വരുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കൊരു വയസ്സായ കഥാപാത്രമാണ് മലയാളി വാർത്ത ചാനലിനും വിസ്മയമോക്കും എന്നെ ഞാനാക്കിയ എൻ്റെ സ്നേഹനിധികളായ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. ഈ 40കളിലെ പ്രണയം എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ അറിയാൻ മേലെ 10-17 വയസ്സുള്ള ഇറങ്ങിത്തിരിക്കുന്ന ഒരു പ്രണയമല്ല. എന്തായാലും പക്വതയിൽ നിന്നുകൊണ്ട് പ്രേമിക്കുന്ന ഒരു പ്രണയമാണെന്നാണ്. പക്വത നിറഞ്ഞ പ്രായത്തിൽ നിൽക്കുന്ന പ്രണയമാണ്. അതൊരു നല്ല പ്രണയം തന്നെ ആയിരിക്കും മനസ്സുകൊണ്ട്. എന്താണ് ഈ ഒരു ക്യാരക്ടർ റിവീലിംഗ് പറ്റുമോ ഡയറക്ടർ സാർ? ക്യാരക്ടർ റിവീലിംഗ് പാടാണ്. കാരണം ഇതിന്റെ ഒരു മേക്കിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആണ്. നമുക്ക് എവിടെങ്കിലും കുറച്ച് കഥ കൊണ്ടൊന്ന് പറഞ്ഞ് വെക്കാൻ പറ്റുന്നൊരു സാധനം. അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം ഈ കമല എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം മാത്രം ഉണ്ടായിരുന്ന ദാമ്പത്യത്തിൽ നിന്ന് പിന്നീട് വിവാഹ ജീവിതമേ വേണ്ട എന്ന് വിചാരിച്ച് തീരുമാനിച്ചിരിക്കുന്ന ഒരാൾ. നായകനായ കഥാപാത്രം ജെറി ചെയ്യുന്നത് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ജയകൃഷ്ണൻ എന്ന് പറയുന്നത് കല്യാണം ആലോചിച്ച് നടക്കുകയാണ്. ഒന്ന് കെട്ടാം, അത്യാവശ്യം സാമ്പത്തിക സെറ്റപ്പുകളൊക്കെ ഉള്ളൊരു കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ കെട്ടിയൊന്ന് ഭദ്രമാകാം എന്ന് പറയുന്നത്. ആള് പബ്ലിഷറാണ്, കഥയിൽ പബ്ലിഷറാണ്, ഒരു ബുക്ക് പബ്ലിഷിംഗ് ഒക്കെ ഉണ്ട്, കഥാകൃത്താണ്. കമല എന്ന് പറയുന്ന ക്യാരക്ടർ, ആശയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എഴുത്തുകാരിയാണ്. അപ്പോൾ ഇവർ ഒരു പെണ്ണ് കാണലിന് തമ്മിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ ഈ പെണ്ണ് കാണലിനോട് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ഈ താല്പര്യമൊക്കെ ഇല്ലാതെ ഇവർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു. ഇതിന് ശേഷം ഇവർ സൗഹൃദത്തിലാവും. ഈ സൗഹൃദം ഇവരുടെ പ്രണയത്തിലേക്ക് എത്തും. കനകാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 18 സിനിമകൾ ചെയ്തു, തമിഴ് മലയാളത്തിലൊക്കെ ആയിട്ട് 18 സിനിമകൾ ചെയ്തു. ഈ 18 സിനിമകൾ ചെയ്തതിൽ അമ്മയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ സിനിമയായിരുന്നു 40കളിലെ പ്രണയത്തിലെ പ്രണയം എന്ന് പറയുന്നത്. ക്യാരക്ടർ അത് ഷോർട്ട് മൂവി ഞാൻ ഇഷ്ടപ്പെടുന്നത് വലിയ 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നാം കൂടിപ്പോയ അരമണിക്കൂർ ഒരു ഷോർട്ട് മൂവി ഉള്ളു. പക്ഷെ ഈ വിപുലമായി വലിച്ചെടുത്ത് അങ്ങനെ കാണിക്കുന്ന സംഭവം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അരമണിക്കൂർ കൊണ്ട് ആ കഥ അത്ര ഉൾക്കൊള്ളിച്ച് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു കഥാപാത്രം അടിപൊളി ക്യാരക്ടറാണ് എൻ്റെ. എനിക്ക് നല്ല സെന്റിമെന്റ്സും നല്ലൊരു ക്യാരക്ടറാണ്. എനിക്ക് മനസ്സിന് തൃപ്തിയോടെ ചെയ്ത ഒരു ക്യാരക്ടർ. എക്സ്പീരിയൻസ് നാടകം 1.5 നൂറ്റാണ്ട് ഞാൻ ചെയ്തു. അത് നമുക്ക് ഈ ഡയലോഗ്സിന്റെ മോഡുലേഷൻ ബൈഹാർട്ട് ആക്കാൻ ഇതൊക്കെ ഉണ്ട്, അതിനൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നാടകവും സിനിമയും തമ്മിലുള്ള അന്തരം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ ഒക്കൂ. സ്റ്റേജ് വേറെ, ക്യാമറ വേറെ. അമ്മ ഏറ്റവും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്തതാണോ എന്നുള്ള ചോദ്യം. തീർച്ചയായും ഞാൻ മനസ്സലിഞ്ഞ് ഹൃദയമായിട്ട് ആ വേഷം എന്നിലേക്ക് ഉൾക്കൊണ്ട് തന്നെ ചെയ്തു. സ്വാത്വികം, അതാണ് സ്വാത്വിക അഭിനയം. കഥാപാത്രത്തെ അറിഞ്ഞ് നാം അത് മനസ്സിലിട്ട് പ്രാപ്തമാക്കി തന്നെ പ്രസന്റ് ചെയ്ത സ്വന്തം ഒരു ഹൃദയമാണ് ആ കഥാപാത്രം.
ഇമോഷൻസിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്ന ഒരു സീനുണ്ട്. ആ സീനിലേക്ക് വരുമ്പോൾ ക്യാമറയുടെ പുറകിൽ നിന്ന ഞങ്ങളെല്ലാവരും കണ്ണ് നിറഞ്ഞു എന്ന് വേണം. കാരണം ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു. ജയചേട്ടനായാലും കണ്ണുനീര് തുടച്ചു, ഞാനും കണ്ണുനീര് വെച്ചു. ഞാൻ അതായത് കട്ട് പറയാൻ തോന്നാത്ത വിധം സ്റ്റക്കായ ഒരു മൊമെന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചൊരു സാധനമാണ്. പക്ഷെ അല്ല, അമ്മയുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതുവരെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അമ്മയെ വേണ്ടത്ര വിധം ടെക്നീഷ്യൻസ് ആരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഗംഭീരമായിട്ട് ചെയ്യും. അപ്പം നമ്മുടെ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് റോളാണ്. ഈ സീരിയസ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത ഓരോ ഷോട്ടും ഗംഭീരമാക്കി ഒരു കരച്ചില് തന്നെ. അത് നമുക്ക് എനിക്ക് ഗ്ലിസറിനൊന്നും വേണ്ട. ഗ്ലിസറിൻ വേണമെങ്കിൽ കൊണ്ടുപോകണം ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഇത്രയും വർഷം അതായത് നാടക വേദികളിൽ നിന്ന് ഇപ്പൊ സിനിമയിലേക്കുള്ള, അതായത് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഭയവും ഇല്ല. ഈ 122 ഷോർട്ട് മൂവി ചെയ്തു. 24 വയസ്സ് മുതലേ ഞാൻ ക്യാമറയുടെ മുമ്പിൽ ആൽബം, ഷോർട്ട് മൂവികളെ എല്ലാം ചെയ്ത് ക്യാമറ എന്നൊന്ന് നമ്മുടെ ആർട്ടിസ്റ്റിന്റെ മുൻപിൽ ഇല്ല. ആക്ടർ മാത്രം, നമ്മുടെ കഥാപാത്രം മാത്രം. പിന്നെ നമ്മുടെ ഉൾക്കൊണ്ടുകൊണ്ട് ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്ത് സ്റ്റാൻഡ്, നമ്മുടെ ആ നിൽക്കേണ്ട സ്ഥലം മാത്രം. ബാക്കി നമുക്ക് ക്യാമറ ഭയക്കരുത്. ഒരിക്കലും ഫ്രണ്ട് ക്യാമറ കൊണ്ട് അതിനെ പിടിക്കുന്ന ഒരു ചിന്തയരുത്. അത് നമ്മൾ ഷോർട്ട് മൂവിയിൽ ഇപ്പൊ ഒരു ഷോർട്ട് മൂവി ചെയ്ത കൈ തെളിഞ്ഞു വന്ന, മനസ്സും കൈയും തെളിഞ്ഞു വന്ന ഒരു കലാകാരനായിരിക്കും സംവിധായകനായാലും ക്യാമറ ആയാലും നല്ല സിനിമ ചെയ്യാൻ പ്രാപ്തമാകുന്നത്. ഞാനെന്താ പൊട്ടണ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരിക്കലുമല്ല. രമേശന് അല്ല, വേറൊരു സിനിമയിൽ ഞങ്ങൾ ഒന്നിച്ച് നേരത്തെ എന്നിട്ട് ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായില്ല, അതിനകത്തൊരു മന്ത്രവാദിയുടെ വേഷമായിരുന്നു. എന്നിട്ട് സംവിധായകൻ ഇവിടെ വന്ന് നമ്മളെ സംവിധാനം ചെയ്യാൻ വന്ന് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അതിന്റെ സംവിധായകൻ ഇവിടെ വന്നു. അതിനു മുമ്പേ എനിക്ക് പറഞ്ഞു തന്നു ഗരുഡകൽപ്പ. ഞാൻ നടനും എന്നുള്ള നിലയിലൂടെ നിൽക്കുന്നത് കൊണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ച് സെറ്റില് അഭിനേതാക്കളായിട്ടാണ് പാലക്കാട് സെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ആ സെറ്റിൽ നിന്ന് ഞാൻ ഇങ്ങേക്ക് വരുമ്പോ അമ്മ വരുന്ന അഭിനയത്തിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുക. അപ്പൊ അമ്മ ഇതേപോലെ ഒരുത്തനാണല്ലോ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അത് മനസ്സിലായില്ല. കാരണം ഗെറ്റപ്പ് മാറി. അതിനകത്ത് അതിന്റെ സംവിധായകൻ ഇവിടെ വന്നിരുന്നപ്പോഴും രമേശ് അത് അനിയനാണോ എന്ന് ചോദിച്ചു ഞാന്. കാരണം അവിടുന്ന് അത്രയും ദൂരെ നിന്ന് ഇവിടെ വന്നിരിക്കാൻ എന്തോ സാഹചര്യം. രമേശൻ അതിനകത്ത് അഭിനയിച്ചത് എൻ്റെ ഓർമ്മയില്ല. ആക്ച്വലി ഈ ഷോർട്ട് മൂവി എന്ന് പറയുന്ന ഇതിൽ നിന്ന് ഈ ഒരു പതുക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ പതുക്കെ നമ്മൾ തീരുമാനിച്ചതല്ല, ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു സഞ്ചാരമായിരുന്നു ഇതിൻ്റെ. അപ്പം അങ്ങനെ ആ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മളും പിന്നെ അറിയാതെ അങ്ങ് പോയി. പിന്നെ അവസാനമായി കഴിയുമ്പോഴത്തേക്ക് ഈ കഴിയുന്ന ഒരു ഘട്ടം എത്തി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര സങ്കടവുമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ അവസാനം എത്തിയപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് പഠിച്ചത്. ആക്ച്വലി എന്നിട്ട് പഠിച്ചെന്നല്ലേ പറയുന്നത് കേട്ടോ, പഠിച്ചിട്ടില്ല. അയ്യോ, ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോ എനിക്ക് തോന്നുന്നു ഒരു 10-30 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിന്റെ ക്ലൈമാക്സില് വളരെ ലെങ്തി ഒരു സീനുണ്ട്. ലെങ്തി സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-13 മിനിറ്റോളം പോകുന്ന ഒരു സീനുണ്ട്. ഒറ്റ ഷോട്ടിൽ പോകുന്നൊരു സീനുണ്ട്. ആ സീൻ ഒറ്റ ടേക്കിൽ ഗംഭീരമാക്കിയ ആൾ കൂടാണ്. അതും അല്ല, വലിയ കാര്യം തന്നെയാണ്. ഫസ്റ്റ് മൂവിയാണ് രണ്ടുപേരും. അതിൽ തന്നെ ഇത്രയും അവാർഡ്സ് ഒക്കെ കിട്ടാന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയല്ലേ. കണ്ടിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പൊ അത് ഫസ്റ്റ് അഭിനയാണെന്ന് തോന്നിക്കാതെ വിധത്തിലുള്ള അഭിനയം. സിനിമ പുറത്തിറങ്ങുമ്പം ഒരു കാര്യമുണ്ട്. സിനിമ പുറത്തിറങ്ങുമ്പം ഇതിനകത്ത് അഭിനയിച്ച അതായത് ഒരു സീനിലേക്കെങ്കിലും വന്നു പോയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എങ്കിൽ അവരെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇതിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ആശയുടെ ആയാലും അമ്മയുടെ ആയാലും ജെറിയുടെ ആയാലും അത് നോട്ടബിൾ ആണ് ആ രീതിയിൽ. കാരണം സിനിമ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ ഒരു ആഗ്രഹം, ഇവര് സിനിമയുടെ ഭാഗമായി തന്നെ ജീവിക്കും എന്ന് തന്നെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അത് അതായത് അപ്പം ഇത് ആദ്യം ഷോർട്ട് മൂവി ആയിരുന്നല്ലോ. അപ്പം ആദ്യം ഈ ഷോർട്ട് മൂവി ആയപ്പം നമുക്ക് അങ്ങനെ അതിൽ പാട്ടൊന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല. പാട്ടിൻ്റെ ഒന്നും ഒരു വിദൂരതയിൽ പോലും അങ്ങനെ ഒരു ചിന്തയില്ല.
അപ്പൊ ഞാൻ അത് ആ കഥ എനിക്ക് തോന്നുന്നു ജെറിയുടെ സംസാരിച്ചതിന് ശേഷമാണ് ആ പാട്ടിന്റെ കഥ വരേണ്ടത്. അത് അതിന്റെ ഒരു ആ യാത്ര അങ്ങനെയാണ്. അതെ അതെ അതെ. എക്സ്പീരിയൻസ് സുഹൃത്തുക്കളാണ്, പക്ഷെ എങ്കിൽ പോലും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന സമയത്ത് ഒന്ന് വേറെ തന്നെയാണ്. അത് നമ്മള് ഇൻഡിവിജ്വൽ ആണ്. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ ഇല്ലായിരുന്നു, വിദേശത്തായിരുന്നു. ഇവിടെ വന്ന് ഇതിന്റെ മുന്നിലേക്ക് വന്നപ്പോൾ എങ്ങോ പെട്ട ഒരവസ്ഥയായിരുന്നു. കാര്യം നാടകങ്ങളും ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് ഈ പറയുന്നത് തുടങ്ങിയപ്പോൾ എല്ലാവരും പുതുമുഖങ്ങളാണ്. വന്ന് കണ്ടു ചെയ്യാൻ തുടങ്ങി. പക്ഷെ എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു തുടക്കം. പക്ഷെ രമേശിന്റെ ആ ഒരു കഥയിലൂടെയുള്ള ഒരു സഞ്ചാരം ഞങ്ങളെ ഒന്നിച്ച് മുന്നോട്ട് നയിച്ചത്. എത്ര ചെലവായി അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് യാത്ര? അത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല വളർന്നിട്ടേ ഉള്ളൂ. ഒരിക്കലും അതിനകത്ത് തളർന്നിട്ടില്ല. കാരണം കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്, മീശയും താടിയൊന്നും വെക്കാൻ പറ്റാതിരിക്കുന്ന ഒരാളാണ്. ഇത്രയും താടി വളർത്തി കൊടുത്തില്ലേ? 1.5 വർഷത്തെ വളർച്ചയാണിത്. അതായത് കണ്ട പലരും ഇപ്പൊ അടുത്ത് വന്നിട്ട് ആ ഒരു രീതിയിലാണ്. അത്രത്തോളം കഥാപാത്രത്തിന് വേണ്ടിയിട്ട് വളർത്തിയ സാധനമാണ്. അത് 1.5 കൊല്ലമായിട്ട് ഇത് എടുക്കാതെ നിൽക്കുകയാണ്. കാരണം ഇത് കമ്പനിയിൽ പുള്ളിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം അവിടെ അത്ര എക്സിക്യൂട്ടീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് 40 പ്രണയം ഇറങ്ങി കഴിഞ്ഞു വേണം ഇത് വെട്ടാൻ. അല്ല ഭാര്യ താടിക്ക് പിടിക്കുമ്പോഴെല്ലാം എന്നെ വിളിച്ചു ചോദിക്കും, രമേശേ വെട്ടാറായോ. അവൻ പുള്ളിക്കാരത്തി ഞാനോട് സംസാരിക്കുന്നിടത്ത് എന്നോട് ചോദിക്കും, അച്ഛന്റെ താടി എന്ന് എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. സമയമുണ്ട്, സമയമാവും. മോള് ചോദിച്ചു വെള്ളം പറയുവാ. മിസ്സസ് നല്ല സഹകരണം, ഞങ്ങളുടെ ഷൂട്ട് സ്ഥലത്ത് ലൊക്കേഷന് നല്ലതായിട്ട് വന്ന് സഹകരിക്കുകയും. അമ്മ വേറെ കാര്യമുണ്ട്, ഇത്രയും താടി അതിന് ശേഷം വളരുമെന്ന് പുള്ളിക്കാരത്തി വിചാരിച്ചില്ല. അന്ന് കുറവായിരുന്നു. ശരി, രണ്ടാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് തീർക്കാൻ വന്നതല്ലേ? ഒരൊറ്റ ട്രിപ്പ് വന്നിട്ട് ഞാനൊന്നൊരു വെക്കേഷൻ വരുന്ന ഒരു സമയമാണ് അത് പ്ലാൻ ചെയ്തത്. അപ്പൊ ഒരാഴ്ച കൊണ്ട് വന്ന് ഒരു 2 ദിവസത്തെ ഷൂട്ട് എന്ന് പറഞ്ഞ് തീർക്കണമെന്ന് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആണിത്. 2 ദിവസത്തെ ഷൂട്ട് 4 ആയി, 8 ആയി. പിന്നെ ഷെഡ്യൂൾ മാറ്റി. എന്നാ ഒരു കാര്യം നെക്സ്റ്റ് ലീവിന് ബാക്കി ചെയ്യാം. അങ്ങനെ അല്ല ഈ സത്യം പറഞ്ഞ ഇത്രയും ടൈം എടുത്തെങ്കിലും ഉണ്ടല്ലോ, ഈ ടൈമിൽ ഓരോ ഷെഡ്യൂൾ വെക്കുമ്പോഴും ജെറി മാത്രമാണ് അവിടെ ദൂരെ നിന്ന് വരേണ്ട ഒരാൾ, ബാക്കി എല്ലാവരും അവൈലബിൾ ആണ്. പക്ഷേ പ്രകൃതി പോലും ഈ സിനിമ പൂർത്തീകരിക്കാൻ കൂടെ നിന്ന അനുഭവം മൊമെന്റുകൾ ഇഷ്ടം മാതിരി ഉണ്ടായിട്ടുണ്ട്. തുടക്കം തന്നെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സ്വിച്ച് ഓൺ ചെയ്യാൻ വന്നത് അത് അവിടുന്ന് തന്നെ നല്ലൊരു ഇതിന് ഒരു ഓഡിയോ കവർ ലോഞ്ചിങ് ചെയ്തത് ടൊവിനോ തോമസ് ആയിരുന്നു. പിന്നീട് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചെയ്തത് മിനിസ്റ്റർ തന്നെയാണ്, സജി ചെറിയ മിനിസ്റ്റർ തന്നെയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ബാഹ്യമായ സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ട്. പക്ഷെ പ്രകൃതി ഇതിനേക്കാൾ കൂടുതൽ ശരിക്കും കനിഞ്ഞു നിന്നൊരു വർക്കാണ് ഈ നിമിഷം വരെയും നമ്മളോടൊപ്പം അങ്ങനെ നിൽക്കുന്നൊരു. ചെങ്ങന്നൂരിൽ ശരിക്കും സിനിമാക്കാർക്ക് ചെങ്ങന്നൂരിന്റെ ഒരു ഭൂപ്രദേശം നന്നായിട്ട് മനസ്സിലായിട്ടില്ല. ഒരു സിനിമയല്ല, എനിക്ക് തോന്നുന്നു പല സിനിമകൾ ഒരേ സമയം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രകൃതി ഭംഗി ചെങ്ങന്നൂരിലുണ്ട്. ചിലപ്പം നമ്മുടെ സന്തോഷ് ട്രോഫി പൃഥ്വിയുടെയും വിപിയുടെ ഒക്കെ ആ ഏരിയ ഒക്കെ എടുക്കാൻ സാധ്യത. അവിടെ തൊട്ടടുത്തേക്കൊക്കെ വന്നു, വെട്ടിയാറൊക്കെ വന്നു. വെട്ടിയാറ് മറ്റേ മഞ്ജു വാര്യർ സൗബിന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, മറ്റേ വെള്ളരിക്ക പട്ടണം, അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. അതൊക്കെ ചെങ്ങന്നൂരേക്ക് വന്നു തുടങ്ങി. ആദ്യ കാലത്ത് 1-2 സിനിമയും ചെങ്ങന്നൂർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ചെങ്ങന്നൂരിന്റെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഈ നമ്മൾ ഈ പാലക്കാടും അല്ലെങ്കിൽ കോടമ്പാക്കും ഒക്കെ പോകുന്ന പോലെ തന്നെ സിനിമാക്കാർക്ക് ചെങ്ങന്നൂരേക്ക് വരാൻ പറ്റുന്ന ഒരു ഭംഗി ചെങ്ങന്നൂരാണ്. താടിക്ക് ഭംഗി വന്നതുപോലെ അവിടുത്തെ പ്രകൃതിക്ക് അതെ അതെ. നമ്മള് നേരത്തെ പറഞ്ഞു നിർത്തിയത് മറ്റേ പാട്ടിലേക്കുള്ള വഴിയായിരുന്നു. പാട്ടിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ ശരിക്കും നിലവിൽ ഇതിന് പാട്ടില്ല. കാരണം ഒരു എല്ലാം കൂടെ ഒരു 10-60,000 രൂപയ്ക്കകത്ത് ഈ സിനിമ പൂർണ്ണമായിട്ട് തീരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച് അല്ലേ. അപ്പൊ പാട്ടിനൊന്നും ഒരു സ്കോപ്പില്ല അവിടെ. അപ്പം ശരിക്കും ഇതിനകത്ത് ഒരു പാട്ടിൽ തുടങ്ങി 7 പാട്ടുണ്ട് ഈ സിനിമയിൽ. ഒറ്റ പാട്ടേ ജെറി പറഞ്ഞുള്ളൂ, ഒരു സജഷൻ. അപ്പൊ ജെറി എന്തൊക്കെ പറഞ്ഞു, രമേശൻ നമുക്കൊരു പാട്ട്, ഒരു ടൈറ്റിൽ സോങ് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്ക് ടൈറ്റിൽ സോങ് ഒരെണ്ണം പ്ലാൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു.
അല്ല ഞാൻ ഹലോ ഇതൊന്ന് തീർന്നിട്ട് ആവേശമാ പെട്ടെന്ന് കേട്ടോണെങ്കിക്കോളും. അപ്പം ജെറി എന്നെ പറഞ്ഞു, സോറി എത്ര സീരിയസ് ആവട്ടെ. അപ്പൊ ജെറി എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പാട്ടിൻ്റെ സ്കോപ്പുണ്ട്, നമുക്ക് പാട്ടൊന്നും ചെയ്ത് അതിനൊരു സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പാട്ട് വരുമ്പോൾ ചിലവല്ലേ, നമ്മൾ അതിനെ എങ്ങനെ മാറി, എന്തായാലും ഒരു പാട്ട് റീ റെക്കോർഡിംഗ് ഒക്കെ എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് 10-60,000 രൂപ ചിലവ് വരും. നമ്മൾ സിനിമയ്ക്ക് പഠിച്ചിട്ടതിൻ്റെ ഡയറക്റ്റ് ആവും. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു പാട്ട് എഴുതാമെന്ന് പറഞ്ഞു. അപ്പം ഇവക്ക് ഈ പറഞ്ഞ പോലെ അസ്കിതയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇവളോട് പറഞ്ഞു പാടിപ്പിക്കല്ലേ. അപ്പം അപ്പൊ ഇവളോട് ചോദിച്ചു, അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, എടി നിനക്ക് എഴുതാവോ ഇതിനകത്ത് തുടക്കത്തിലേക്കുള്ള ഒരു പാട്ട് നിനക്ക് എഴുതാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ആദ്യം ആവശ്യം കൊണ്ട് പറഞ്ഞു എഴുതാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പാട്ട് ഉടനെ വേണം, ഈ പാട്ട് കിട്ടിയിട്ട് വേണം ഈ പാട്ട് ഷൂട്ട് ചെയ്യാൻ. അപ്പം ഡേറ്റ് ഉൾപ്പെടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇതിൻ്റെ ഒരു പാട്ടിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ആദ്യം ഒരു ഫീമെയിൽ സൗണ്ടാണ് നമുക്ക് ആവശ്യം വന്നത്. അപ്പോൾ അങ്ങനെ അന്നപൂർണ എന്ന് പറയുന്നൊരു ഗായികയിലേക്ക് നമ്മളെത്തി. ഇങ്ങനൊരു പാട്ടുണ്ട് സെറ്റാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഒന്ന് പാടാം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവള് അപ്പോഴും പാട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ പാട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഒരു മാക്സിമം 5 ഡേയ്സിനുള്ളിൽ നമുക്ക് ലിറിക്സ് കിട്ടണം. അപ്പോൾ ഇവളെടുക്കെ പറഞ്ഞു, ഇവള് പറഞ്ഞു അന്നേരം ഭയങ്കര സംഭവം പോലെ എടാ ഞാൻ ഇപ്പം തന്നെ സെറ്റാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഓരോ ദിവസം വിളിക്കുമ്പോഴും ആയിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ഇല്ലേ, 1 മന്ത് പോസ്റ്റ്പോൺ ചെയ്ത് പോയി. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവള് ട്രിവാൻഡ്രത്തേക്ക് വന്നു. അപ്പം ചെങ്ങന്നൂരാണല്ലോ, നമ്മൾ പരിപാടി മൊത്തം നടക്കുന്നത് ചെങ്ങന്നൂരാണല്ലോ. അപ്പോൾ ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നെങ്കിലും പാട്ട് എഴുതിയില്ലെങ്കിൽ ശരിയാവത്തില്ല, കാരണം അടുത്ത 3-ാമത്തെ ദിവസം നമ്മൾ ഷൂട്ട് വെച്ചേക്കുകയാണ്. അപ്പം ഞാൻ വെളുപ്പിനെ, അപ്പോൾ ഇവള് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്ത് അങ്ങ് വരുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്, കാരണം മ്യൂസിക് ഡയറക്ടർ എടുക്കലോട് ഇരിക്കണം. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ വന്ന് വിളിക്കാം. അങ്ങനെ വന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തിരുവനന്തപുരത്തെത്തി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഒന്നും കഴിച്ചിട്ടില്ല, വെളുപ്പിനെ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം, നീ കഴിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നിന്ന് സമയമൊന്നും കളയണ്ടെന്ന്. ഞാൻ അങ്ങനെ പാഞ്ഞ് പറിച്ച് ഇവിടെ വന്നു. ഇവിടെ 1 മണിക്കൂർ വന്ന് പോസ്റ്റ് ആയപ്പോഴത്തേക്ക് ആൾ വന്നു. അപ്പം ഞാൻ എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു കഴിച്ചിട്ട് നമുക്ക് ഞാൻ വധിക്കാൻ സമയമില്ല, കാരണം അവിടുന്ന് ഗിരീഷ് വിളിച്ചുകൊണ്ടിരിക്കുക. ഗിരീഷ് കൂടി ഇരുന്നിട്ട് വേണം ഇത് വരിയൊന്നും സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തോ 4 വരിയോ മറ്റോ എന്തോ സെറ്റാക്കിയെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ ഞാനൊരു ഹോട്ടലിൻ്റെ അവിടെ കൊണ്ടുവരുത്തി. നമ്മൾ കഴിച്ചിട്ടാണ് പോവാം. ഞാൻ വണ്ടി ഓഫ് ചെയ്ത് ഡോറ് തുറക്കാൻ നേരം എൻ്റെ പറഞ്ഞു ഞാൻ കഴിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കഴിക്കാൻ നിന്നില്ല. ഞാൻ പിന്നെ ഇവിടെയും കൊണ്ട് പാഞ്ഞു പറിച്ച് അവിടെ എത്തിയതിന് ശേഷം മ്യൂസിക് ഡയറക്ടറായിട്ട് ചർച്ച ചെയ്ത് എല്ലാം ഇരുന്ന് ഒരു ഓൾമോസ്റ്റ് വരികളൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഷൂട്ടിങ് പ്ലാൻ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് വീണ്ടും ഈ ഒരു പാട്ടിന് തന്നെ വേറൊരു ഗതിയും കൂടെ ആലോചിച്ചു. ഇതിനകത്ത് നമുക്ക് ഷഹബാസ് അമനെ കൊണ്ടൊന്ന് പാടിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഇവളെൻ്റെയൊക്കെ ചോദിച്ചു ഷഹബാസ് അമൻ വരുമോ, നമ്മുടെ ചെറിയ സിനിമയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഷഹബാസ് അമനെ വിളിച്ചു കഴിഞ്ഞിട്ട് പുള്ളി ഓക്കെ ആയി. അങ്ങനെ ആ ഒരു പാട്ട് 2 പേരെ കൊണ്ട് 2 സ്ഥലങ്ങളിലായിട്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ പാട്ടുണ്ടായത്. ഈ ആദ്യത്തെ പാട്ട് ഷൂട്ട് ചെയ്യാൻ പോയത് വാഗമണ്ണിലാണ്. ഞങ്ങൾ വാഗമണ്ണിൻ്റെ ആ ഒരു ബോർഡറിലേക്ക് എത്തുന്നവരെയും ഭീകര മഴയാണ്. അപ്പോൾ ക്യാമറാമാനും ആശയൊക്കെ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം, ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വാഗമണ്ണിലെ ടൗണിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ മഴ അവിടെ നിന്നു. അത് ഭയങ്കര അത്ഭുതകരമായ മഴ അവിടെ തോർന്നിട്ട് ഞങ്ങൾ റൂമിലെത്തിയിട്ട് പിറ്റേന്ന് രാവിലെ ഷൂട്ടിങ് തുടങ്ങണം. അപ്പോൾ അന്ന് രാത്രിയിലും എൻ്റെ അടുക്കെ ലൊക്കേഷൻ മാനേജർ വന്നിട്ട് പറഞ്ഞു സാറേ നമുക്ക് പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, രാവിലെ എന്നിട്ട് അവിടെ ചെന്ന് കയറിയപ്പോൾ മഴ കുറച്ച് തോർന്നു, പിന്നെ രാത്രി മഴയുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, രാവിലെ എഴുന്നേൽക്കുമ്പോഴും മഴയാണെങ്കിൽ നമുക്ക് തിരിച്ചു. അപ്പോൾ കാലാവസ്ഥ നോക്കിയിട്ട് എല്ലാവരും കാലാവസ്ഥ നമ്മുടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം നമ്മൾ ഷൂട്ടിങ്ങായിട്ട് അവിടെ ചെന്ന് നിൽക്കുമല്ലേ. മഴ ഇനി 6-7 ദിവസത്തേക്ക് തോരത്തില്ല, ശക്തമായ മഴയായി നമുക്ക് തിരിച്ചു പോകാൻ പോലും പറ്റത്തില്ല, മല ഇടിഞ്ഞ് റോഡിൽ വീണ് കഴിഞ്ഞാൽ പോകാൻ വേറെ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും രാവിലെ നമുക്ക് മഴയാണെങ്കിൽ അങ്ങ് വിട്ടു പോകാം, ഇതുവരെയുള്ള നഷ്ടങ്ങളെല്ലാം നമുക്കങ്ങ് സഹിക്കാമെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് 5 മണിയായപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴും മഴയുണ്ട്.
5:30 ആകുമ്പം ആദ്യം മൊട്ടക്കുന്ന് ലൊക്കേഷനിലേക്ക് ചെല്ലണം. അപ്പോൾ ക്യാമറമാൻ എൻ്റെ വന്നിട്ട് പറഞ്ഞു പുറത്ത് മഴയുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, എന്ത് ചെയ്യും? കാരണം ഇത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഒറ്റ കോസ്റ്റ്യൂമിലാണ് ഈ പരിപാടി എല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം 10 മിനിറ്റ്. ഒന്ന് നേരം വെളുക്കാൻ നോക്കി ഇന്നൊരു സമയത്ത് ആയപ്പോഴത്തേക്ക് ഈ മഴ തോർന്നു. 1.5 ദിവസം വാഗമണിൽ ഞങ്ങൾ ആ പാട്ട് ഷൂട്ട് ചെയ്തു. 2 ദിവസമാണ് പ്ലാൻ ചെയ്തത്. 1.5 ദിവസം ആ പാട്ട് ഷൂട്ട് ചെയ്തു. റൂമിൽ വന്നതിന് ശേഷം മഴ തുടങ്ങി. ആ മഴ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 3 ദിവസം കഴിഞ്ഞിട്ട് തോർന്നിട്ടില്ലായിരുന്നു. അത് തന്നെയല്ല, അത്രയും മഴയായിട്ട് ഈ മൊട്ടക്കുന്നിൽ ഒരു ഷോട്ട് ഒരു ഇതുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് സൺബേൺ അങ്ങനെയും കൂടെ ഉണ്ടായി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഇവിടെ കഴുത്തിൽ മുഖത്ത് വന്നില്ല, ഇങ്ങനെ അത്രയ്ക്ക് വെയിലായി. അപ്പൊ അതാണ് അത് നമുക്ക് അത് എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് ആയിരുന്നു അത് കേട്ടോ. അത് അങ്ങനെ കാരണം ഒരു കാരണവശാലും ആ പാട്ട് ഷൂട്ട് ചെയ്യുക അങ്ങനെയാണ്. ആ ഒരു പാട്ടിന്റെ പിറവിയിൽ ഒരുപാട് സ്ട്രഗിളിംഗ് ഉണ്ട്. അതാണ് ആ പാട്ടിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ വളരെ മനോഹരമായുണ്ട്. അതെ, വളരെ മനോഹരമായ ഒരു പാട്ടായിട്ട് മാറി. പിന്നെ തീർച്ചയായിട്ടും അതെ അതെ. എനിക്ക് കാണുന്നത് എന്താ വെച്ചാൽ ജയ ജയ ഹേയിലുള്ള സീനില്ലേ, മറ്റേ അവിടെ എന്റെ മോനെ പൊത്തിക്കൊണ്ടുപോയിരുന്ന സ്ഥലമില്ലേ, അതൊന്ന് ഞങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാൻ പറ്റും? മാറിയിരുന്നു ചവിട്ടൊക്കെ ചെറുപ്പം. ഈ സോഷ്യൽ മൈൻഡ് ഉള്ളവർക്ക് ഇതൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ? നീ മിണ്ടായിരിക്കാം അവിടെ. എന്നെ ജീവിതകാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടോട്ട് ഇവിടെ കിടക്കാനോ? നീ കേൾക്കണം കേട്ടോ. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവും. ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എൻ്റെ ചെറുക്കം തെറിച്ച് വീണതങ്ങ് ഗീതയുടെ പറമ്പിലോ. അവിടുന്ന് പറക്കി എടുത്തോണ്ട് വന്നത്. ഈ ചെറുക്കം കിഴങ്ങനായിപ്പോ വേണ്ടല്ലേ ഇവിടെ എടുത്തിട്ട് തട്ടുന്നത്? വേറെ വല്ലടും വന്ന് ഇതൊക്കെ നടക്കുവോ? എനിക്ക് തോന്നുന്നു ഈ സിനിമയില് ഈ ഒരു സീൻ കണ്ട പ്രേക്ഷകരുടെ എണ്ണത്തെക്കാ കൂടുതൽ അമ്മ ഇത് പുറത്തെ വേദികളിൽ ഈ സാധനം പ്രവേശിച്ചെന്നപ്പോഴും മിഥിന് അമ്മ ആ ഡയലോഗ് ഒന്ന് പറയാൻ അവർക്ക് ഒരു ശകലവും വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ എനിക്കത് മറക്കാൻ പറ്റത്തില്ല. ക്യാരക്ടർ അത് അതിനകത്തെ നാഷിദും ഫൈസലും കൂടാണ് അതെനിക്ക് പ്രിപ്പയർ ചെയ്ത് അവിടെ പറയാൻ വേണ്ടി. കാരണം അതാ പറഞ്ഞു നോക്കിയ ഡയലോഗ്സുകൾ, അത് മറക്കത്തില്ല. അപ്പൊ അമ്മയുടെ അടുത്തേക്ക് വരുന്ന സമയത്തേക്ക് കുറച്ച് സീരിയസ് ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാനുണ്ട്. മലയാള സിനിമയിൽ ഇപ്പൊ ഒരുപാട് വർഷമായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാടായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ മലയാള സിനിമയിലേക്ക് ഇന്ന് എത്തുന്ന സമയത്ത് ഇപ്പൊ യുവതാരങ്ങളുടെ മയക്ക് വരുന്ന കേസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ അതിനെ കുറിച്ച് എന്ത് തോന്നി? ഇപ്പൊ ഇപ്പൊ ബേസിൽ തുടങ്ങിയ ഒരുപാട് പേര് കൂടെ ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ യുവതാരങ്ങളിൽ ഇങ്ങനെ വരുന്ന ഡ്രഗ്സ് ഉപയോഗവും കാര്യങ്ങളെ കുറിച്ച് എന്താണ് തോന്നിയത്? അവര് രണ്ടുപേരും, ഞാനത് പറയാറുണ്ട്, അവർ രണ്ടുപേരും നല്ല സഹകരണമാണ്. അത് അഭിനയിക്കുമ്പോഴും ആ മോനായിട്ട് ഇങ്ങോട്ട് അതിങ്ങനെ നടന്നു വരുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആ പാൻറ് ഇട്ടുകൊണ്ട്. ഞാൻ ഇങ്ങനെ നോക്കും, പാൻറ് മുണ്ട് മാത്രമേ ഉടുക്കാറുള്ളല്ലോ. അല്ലേ? ഞാനറിയാതെ തന്നെ ചിരിച്ചു, അറിയാതെ ചിരിച്ചു. അതുപോലെ തന്നെ അഭിനയ സമയത്തും അല്ലാത്തപ്പോഴും. അതുപോലെ തന്നെ എൻ്റെ ഷൂട്ട് പൂർത്തിയാക്കി വിപിൻ ദാസ് എന്ന വിപിന്നാണ് ഞാൻ വിളിക്കുന്നത്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ചേച്ചി ഇനിയും 2 ദിവസം കൂടെ ഉണ്ട്. അയ്യോ 2 ദിവസം കൂടെ ഉണ്ടോ? അപ്പോൾ ഒത്തിരി ദിവസം ആയില്ലേ? ചുമ്മാ പറഞ്ഞതാ എന്നോട്. അപ്പോഴുണ്ട് ദർശനയും ബേസിലും മരുന്ന് 2 സൈഡിലും നിന്ന് 2 കവളത്തും ഉമ്മയും അമ്മ പിരിഞ്ഞ് അമ്മ എന്നുള്ള 2 അക്ഷരത്തിൻ്റെ മഹാത്മ്യം എന്നോട് കാണിച്ചു. എനിക്കിപ്പോൾ ഞാൻ മോനെന്നാണ് വിളിക്കുന്നത്. അതുപോലെ എന്നോട് ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അമ്മയെ വിളിച്ചിരിക്കും. നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ അമ്മ ഞാൻ തീർച്ചയായിട്ടും വിളിക്കും. ലഹരി ഒരിക്കലും സിനിമയിലെന്നല്ല, നമ്മുടെ സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും എല്ലാ മേഖലയിലും അതിപ്പം വളരെ വിപുലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരിക്കലും സിനിമ അത് സ്വാഭാവികത ഉണ്ടാകത്തില്ല അഭിനയത്തിനും. അതന്നെയല്ല ഈ പ്രസ്ഥാനം, സിനിമ പ്രസ്ഥാനത്തിന് തന്നെ അത് ഹാനികരമാണ്. അങ്ങനെയുള്ളവരെ അവിടെ സഹകരിപ്പിക്കാതിരിക്കുന്ന അതാണ് എൻ്റെ അഭിപ്രായം.
വേണ്ട. ഈ സിനിമ താരങ്ങളുടെ സമയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് കറക്റ്റിന് വരൂല, അങ്ങനെ അവര് വല്ലതും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു സമയത്ത്? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ ഇന്ന് വരെയുള്ള ഉയർച്ച എൻ്റെ കൃത്യനിഷ്ഠ സമയനിഷ്ഠയാണ്. പറഞ്ഞ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞ വണ്ടി വരും, വിളിച്ചോണ്ട് വന്ന് പറഞ്ഞാല് ഞാൻ എപ്പോഴേ റെഡി. പക്ഷെ ഇവിടെ ഒരാളുടെ അടുക്ക നേരത്തെ പറയണം, തലേന്ന് പറയണം. നമുക്ക് വൈകിട്ട് 4 മണിക്ക് ഒരു പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ആശയം എടുക്കാൻ 12 മണി എന്ന് പറയണം. അപ്പൊ 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആയി. പിന്നെ ബാക്കി എല്ലാം കൺട്രോൾ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. നമ്മുടെ ഏതൊരു മേഖലയിലും നമ്മുടെ സമയനിഷ്ഠ, കൃത്യനിഷ്ഠ അത് ഭയങ്കര. കാരണം ഒരു 5 മിനിറ്റ്, 2 മിനിറ്റ് പോലും, ഒരു അരമണിക്കൂർ മുമ്പേ അത് റെഡിയായി നമ്മളിരിക്കണം എന്നാണ്. നാടകവണ്ടി എന്നെ കാത്തു കിടന്നിട്ടില്ല. 50 വർഷം നാടകം കളിച്ച്. അമ്മ അവസാനം അഭിനയിച്ച നാടകം ഏതായിരുന്നു? മനു മൈനാഗപ്പള്ളിയുടെ ചാണക്യൻ തിയേറ്റേഴ്സിന്റെ ഏറ്റവും നാടകം. ആദ്യത്തെ നാടകവും? ആദ്യത്തെ നാടകം 14 വയസ്സ് പരിത്രാണായാലും 14 വയസ്സിലെ ആദ്യത്തെ നാടകം. അമേച്ചർ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളും ഞാൻ ഒരുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന്റെ മധ്യത്തൂടെ കടന്നു പോയതാണ് ക്യാമറയുടെ മുമ്പിലും. ഇത് രണ്ടും ചെയ്യുമ്പോഴും. പുതിയതിപ്പോ അങ്ങനെ കണ്ടില്ലയോ, ആശാൻ പടം ഇന്ദ്രൻസിന്റെ കൂടെ നമ്മളെ സുമാരി ചേച്ചിയൊക്കെ ചെയ്യുന്ന ആ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചേച്ചിയൊന്നും ചെയ്യുന്ന ഞാൻ അനുകരിക്കത്തില്ല. എന്റെ ശൈലി മാത്രം എനിക്ക് മതി. മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമ്മ കഥാപാത്രം ഏതാണ്? അമ്മ എനിക്ക് ക്യാരക്ടർ അമ്മയായിട്ട് എനിക്ക് എന്തായാലും ഒരു ഇരുത്തം വന്ന തറവാട്ടമ്മയായിട്ട് എനിക്ക് പൊന്നമ്മ ചേച്ചിയാണ് ഇഷ്ടം. അതൊരു ലുക്കാണ്, ഐശ്വര്യമാണ്. പക്ഷെ ചേച്ചി ആ വ്യത്യസ്ത ക്യാരക്ടർ ഒന്നും ചെയ്യാൻ, ചേച്ചിക്ക് ആ ഒരു ക്യാരക്ടർ ഒതുങ്ങി. അതേപോലെ ലളിത ചേച്ചി, സുമാരി ചേച്ചി ഒക്കെ എന്ന് പറഞ്ഞാല് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യും. കോമഡി അടക്കം. കോമഡി ഇപ്പൊ ഞാൻ എല്ലാവരും എന്നോട് പറയും അതിനകത്ത് കോമഡിയാ ചെയ്യും. ഒരിക്കലും അല്ല. അപ്പൊ എന്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ, ഉള്ളിന്റെ ഉള്ളിലെ ഹൃദയം നുറങ്ങിയാണ് ആ തള്ള പറയുന്നത്. പക്ഷെ ഈ തള്ള മോഹന് കിട്ടിയ അടി വിപുലമായിട്ട് സ്വന്തം മോനാണെന്നുള്ള കളഞ്ഞേച്ച് അടിയെന്ന് പറയാം. അതാണ് കോമഡി എന്ന് പറയുന്നത്. ക്യാരക്ടർ കോമഡിയാണ് കോമഡി. അല്ല പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ കഥാപാത്രവും ബഫും എന്ന് പറഞ്ഞ് വെച്ച് കെട്ടി ഈ ബാലയിലായാലും അങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഇല്ല. വിത്ത് ക്യാരക്ടറാണ് കോമഡി. വിത്ത് ക്യാരക്ടർ കോമഡിയാണ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നത്. ഓഡിയൻസിനല്ല നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു നായിക ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും കഥാപാത്രം ഉണ്ടോ ഇവരേതെങ്കിലും ചെയ്ത? എനിക്ക് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാന്ന് പറയാൻ എടുക്കാത്ത ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏതെങ്കിലും ഒരു കഥാപാത്രം വ്യത്യസ്ത ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. അതിപ്പതാ ജോൺ പോൾ സാർ വിളിച്ച് തന്നു. അത് ഞാൻ പിരിഞ്ഞു പോരുന്ന എല്ലാവരും കൂടി ഡാൻസ് എന്താ പറഞ്ഞാലും അവിടെ ഓൾറെഡി അതങ്ങനെ ക്ലാസിക്കല് ചെയ്യാനുണ്ടായിരുന്നു. അതിനകത്ത് ഇന്ദ്രൻസ് ചെയ്യുന്ന കഥകളി ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാനതങ്ങ് ഇമിറ്റേറ്റ് ചെയ്ത് ജഗദീശ്വരന്റെ കനിവ്. അപ്പൊ അങ്ങനെ എനിക്ക് വ്യത്യസ്ത ക്യാരക്ടർ. ദീപു കരുണാകരൻ സാറൊക്കെ എനിക്ക് ഇപ്പൊ 23-ാം തീയതി മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോയിരുന്നപ്പോ ഞാൻ എൻ്റെ ഫോണിൽ കിടന്ന കുറേ കഥാപാത്രങ്ങൾ ഇന്ന് ഞാൻ കാണിച്ചില്ലയോ, അതുപോലെ കാണിച്ചേച്ച് പറഞ്ഞു വെറൈറ്റി ഇങ്ങോട്ട് താ. ഒരാർട്ടിസ്റ്റും പറയത്തില്ല. അത് അഹങ്കാരമല്ല, നല്ല കോൺഫിഡൻസ് ആണ് മോളെ. ഏതൊരു വൃദ്ധ, വല്ലില്ലാത്ത വൃദ്ധ, അല്ലാത്ത വൃദ്ധ, 60 വയസ്സ്. അല്ല, ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, അമ്മയെ വേണ്ടത്ര വിധം ആൾക്കാർ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം കാലിബർ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഇപ്പൊ നല്ല അടിപൊളി ഒരു കഥാപാത്രമാണ് തന്നേക്കുന്നത്, വ്യത്യസ്ത ക്യാരക്ടർ. അത് ഞാൻ പറയാനേ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ നമ്മുടെ സിനിമയിൽ ഒരു ഷോട്ട് ഉണ്ട്. അതായത് ഒരു സമയത്ത് ഒന്ന് കിടപ്പിലായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അമ്മ എഴുന്നേറ്റിട്ട് അപ്പം ഒരാളുടെ സഹായം വേണം, ഒന്ന് മൂത്രം ഒഴിക്കാൻ. അപ്പം മകളാണ് സഹായിക്കേണ്ടത്, മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കേണ്ടത് മകളാണ്. അപ്പോൾ ഈ മകള് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ ഒരു സമയത്ത് അപ്പൊ അത് നമ്മുടെ നമുക്കത് ക്ലോസ് വെക്കാൻ പറ്റൂ.
അപ്പം മുഖത്ത് ആ എക്സ്പ്രഷൻ കിട്ടും. മൂത്രം ഒഴിക്കുന്നത് ഉൾപ്പെടെ മൂത്രം ഒഴിച്ച് നിൽക്കുന്നത് വരെയുള്ള എക്സ്പ്രഷൻ മുഖത്ത് കിട്ടും. വളരെ കൃത്യമായിട്ട് ആ ഒരു സാധനം മൂത്രം ഒഴിച്ച് കഴിഞ്ഞു എന്ന് വരെ ഓഡിയൻസിന് കിട്ടുന്ന രീതിയിൽ ആ ഒരു ചലനം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു ആർട്ടിസ്റ്റാണ്. അത് ഞാൻ എപ്പോഴും ഞാനത് ഓർക്കാറുണ്ട്. സംവിധായകൻ പറയുമ്പോ എന്റെ അവാർഡ് അതാ, ഓഡിയൻസിന്റെ പ്രതികരണം. ഇപ്പൊ ജയജയക കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഞങ്ങൾ ചോറുണ്ണാൻ കയറിയെടുത്ത് എത്ര സെൽഫി. ഇപ്പൊ കണ്ട ഇന്ന് മോൻ വന്നിറങ്ങിയ പോലെ എൻ്റെ ഗൾഫുകാർ വന്നത് എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. യോ സത്യം പറയാലോ, എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഒരു മനുഷ്യർ പോലും നമ്മുടെ ജയജയക്ക് ഇഷ്ടപ്പെടാത്തവരില്ല. അതുപോലെ അതെൻ്റെ എൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് എന്നെ ഉയർത്തിയത് എന്നയിലെ കലാകാരി, ദൈവം തന്ന കാരുണ്യം, മാതാപിതാക്കളുടെ ജന്മവും, അതാണ് എന്നെ ഉയർത്തിയ ജയജയകയിലൂടെ വന്ന ദൈവം. അത്രേ ഉള്ളൂ. ഡയറക്ടേഴ്സിന്റെ അടുത്ത് ഒന്നുകൂടെ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഒരു നേരത്തെ ഇറങ്ങിയ മൂവി ആണെങ്കിലും ഇപ്പൊ ഇറങ്ങിയ മൂവി ആണെങ്കിലും ഒരു അവാർഡ് മൂവി ടൈപ്പാണ്, പുരസ്കാരങ്ങൾ കിട്ടി, അത് വലിയ കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും കൊമേഴ്ഷ്യൽ മൂവീസിനാണ് ജനങ്ങൾ തള്ളി കയറുന്നത്. ഒരു ലാലേട്ടൻ മമ്മൂട്ടി മൂവി വരുന്ന സമയത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ടോവിനോ ബേസിൽ മൂവീസിന് അത്രയും തിയേറ്ററിലാണുണ്ട്. അപ്പൊ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ച ആഗ്രഹിച്ച അത്രയും പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുമോ എന്നുള്ളത് അതെന്താ ഒരു പ്രചോദനം? എത്തുമോ എന്നുള്ള ഡൗട്ട് നമുക്ക് അവിടെ ഉണ്ടല്ലോ. ഇങ്ങനെ മൂവി ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? നമ്മൾ ഈ മൂവി ഞാൻ പറഞ്ഞില്ല, ആദ്യം ഇത് ഷോർട്ട് ഫിലിമായിട്ട് തുടങ്ങി, പക്ഷെ ഇത് സിനിമയിലേക്ക് പോകുമെന്ന് പറയുന്നൊരു ഇതിലേക്ക് വന്നില്ല. പിന്നീട് ഇതിനെ ഒരു ആന്തോളജി ഫോർമാറ്റിലേക്ക് നമ്മൾ ഈ സിനിമ പ്ലാൻ ചെയ്തു. കാരണം ഒരു 2 സ്റ്റോറി എൻ്റേത് ചെയ്തിട്ട് പുറത്തുനിന്ന് ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ ഒരു സ്റ്റോറി കൂടെ വന്ന് അങ്ങനെ ക്ലബ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തേർഡ് പാർട്ടിയും കൂടി ഇതിലേക്ക് വരുമ്പോൾ ഉള്ള കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയെ ഞാൻ തന്നെ അതിനെ ട്രീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇത്രയും ഈ ഒരു കൊമേഴ്ഷ്യൽ ഒരു ഫോർമാറ്റിലേക്ക് തന്നെ സിനിമ എത്തിയത്. ഇത് ശരിക്കും കൊമേഴ്ഷ്യലായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കൊമേഴ്ഷ്യൽ സിനിമ കൂടിയാണ്. ഇപ്പോൾ ഞാൻ ഫെസ്റ്റിവലിലേക്ക് വിടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ അവകാശപ്പെടുന്ന പറഞ്ഞാൽ നമ്മളത് ചെയ്തതുകൊണ്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഇവർക്കും അറിയാം ഇതൊരു മേക്കിംഗ് പാറ്റേൺ വ്യത്യസ്തമായിട്ടാണ് ചെയ്യാൻ ശ്രമിച്ചത്. ഈ കഥ പറച്ചിലൊരു വ്യത്യസ്തമായിട്ടാണ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എവിടെയെങ്കിലുമൊക്കെ പുരസ്കൃതമാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ പേരിലാണ് ഫെസ്റ്റിവലുകൾ വിട്ടതും ഇത്രയും അവാർഡ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് തിയേറ്ററിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറീസ് ഓഡിയൻസിനും ഇത് കണക്റ്റ് ആവണമെന്നില്ല. ഈ സിനിമ ഒരു റിപ്പീറ്റഡ് വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. ഒന്ന് കണ്ടിട്ട് ഒന്ന് കിളി പോയിട്ട് രണ്ടാമതുകൂടെ കണ്ടാൽ മാത്രമേ കഥ മനസ്സിലാവുന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ സിനിമ കൊണ്ടുവന്ന് എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ ഈ സിനിമ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പിന്നെ ഒരു ഇന്റലക്ച്വൽ ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു സിനിമ കണക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ സിനിമ തിയേറ്ററിലേക്ക് ഒരു വരവുണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.